ഈ ഹമാസ് വിഷയത്തിൽ അമേരിക്ക ഇടപെടുന്നുണ്ട് ഇപ്പോൾ. അപ്പൊ എന്നിട്ടൊന്നും വലിയ, അതായത് ഇപ്പൊ യുദ്ധം നിർത്തിക്കളയും, ഹമാസിനെ ഇല്ലാതാക്കി, ഹമാസിനെ തുടച്ചു നീക്കുമെന്നൊക്കെ ഒരു ട്രംപിന്റെ ഒരു ഭീഷണി ഉണ്ടായിരുന്നു ഒരാഴ്ച മുന്നേ. ഹമാസിനെ മൊത്തത്തിൽ ഇല്ലാതാക്കി അങ്ങ് നടേശ കൊന്നേക്ക് എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഒരു ഇത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനുശേഷം ഇപ്പൊ എന്താ പറയുക, ഒരു കാര്യമായിട്ടുള്ള നീക്കങ്ങളൊന്നും കാണുന്നില്ല. അത് എന്താ പറയുക, ട്രംപിന്റെ താരിഫും അതും ഇതിലൊക്കെ ആയിട്ട് മടങ്ങിപ്പോയി. ഈ ഹമാസിന്റെ കാര്യം മറന്നതുപോലെയാണ്. അപ്പൊ ഈ ഇസ്രായേൽ ഹമാസ് ഇതിനകത്തേക്ക് ഒരു എന്താണ്, ഈ ട്രംപിന് മറ്റെന്തെങ്കിലും തടസ്സങ്ങൾ ഇതിനകത്തുണ്ടോ? അതായത് ഇത് പറയുന്നു, അതിനുശേഷം ആക്കുന്നതിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടോ? യാതൊരു തരത്തിലുള്ള തടസ്സം ഇല്ലാന്ന് തന്നെ പറയാം. കാരണം ഇന്നിപ്പോൾ വന്നിട്ടുള്ള ഒരു വാർത്ത എന്ന് പറയുന്നത് ഹമാസിന്റെ ഷെയ്ഖ് റദ്വാൻ ബറ്റാലിയൻ ഉണ്ട്. അതിലെ ഡെപ്യൂട്ടി കമാൻഡറെ കഴിഞ്ഞ ആഴ്ച ഇല്ലാതാക്കിയെന്ന് ഇസ്രായേൽ ഫോഴ്സ് പറഞ്ഞിട്ടുണ്ട്, IDF പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ പലപ്പോഴും അത് ചെയ്ത് കഴിഞ്ഞ് പൂർണ്ണമായിട്ടും സ്ഥിരീകരിച്ച് ഈ കൊല്ലപ്പെട്ടത് ഇതാണ് എന്നുള്ളത് സ്ഥിരീകരിച്ചതിനൊക്കെ ശേഷം മാത്രമാണ് ഇത്തരത്തിലുള്ള വാർത്താക്കുറിപ്പുകളൊക്കെ ഇറക്കുന്നത്. അപ്പൊ ജൂലൈ 24-ാം തീയതി ഗാസ മുനമ്പിൽ നടന്നിട്ടുള്ള വ്യോമാക്രമണത്തിലാണ് സലാഹ് അൽ ദിൻ സാറ കൊല്ലപ്പെട്ടിരിക്കുന്നത്. ഹമാസിന്റെ ഗാസ സിറ്റി ബ്രിഗേഡിന്റെ ഡെപ്യൂട്ടി കമാൻഡറായിട്ട് സേവനം പറയണ്ട, ഭീകര പ്രസ്ഥാനത്തിന്റെ ഡെപ്യൂട്ടി കമാൻഡർ ആയിരുന്നു സലാഹ് അൽ ദിൻ സാറ. അപ്പം നേരത്തെ ബറ്റാലിയന്റെ കോമ്പാറ്റ് സപ്പോർട്ട് കമ്പനിയെ കൂടി ഇങ്ങനെ നോക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. നോക്കി അവസാനം ഹൂറികളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. വൈകാതെ ഹൂറികളുടെ അടുത്ത് എത്തിച്ചിട്ടുണ്ട്. ഈ കഷ്ടപ്പാട് മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ്. അപ്പോൾ അത് അങ്ങനെ നിൽക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വിവരം വരുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ഈ ഹമാസിന്റെ 3 ഭീകരർ കീഴടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്. അതായത് ഇനി ഞങ്ങൾക്ക് ഹൂറികളുടെ അടുത്തൊന്നും പോകണ്ട, ഇനി എങ്ങാനും ചെല്ലുമ്പോൾ അവിടെ ബിരിയാണി കിട്ടിയില്ലെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് ഇവർ വന്നിട്ട് എന്താ പറയാ, ഗിവദി ബ്രിഗേഡിന്റെ സൈന്യത്തിന് മുന്നിലാണ് കീഴടങ്ങിയത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇസ്രായേലിന്റെ പ്രതിരോധ സേന ഹമാസിന്റെ ബെയ്റ്റ് ഹനൌൻ ബറ്റാലിയനെ പരാജയപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളും ഇതിന്റെ കൂടെ തന്നെ വരുന്നുണ്ട്. അപ്പോൾ ഒരു സ്ഥലത്ത് അവർ ഹമാസിന്റെ ഒരു കമാൻഡർ ഉൾപ്പെടെയുള്ളവരെ വധിക്കുന്നു, മറ്റു സ്ഥലത്ത് ഞങ്ങൾക്ക് ഹൂറികളെ വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് മധ്യപ്പുഴയിലൊന്നും പോകണ്ട എന്നാണ് പറയുന്നത്. എന്ന് പറഞ്ഞുകൊണ്ട് അവര് പരാജയപ്പെടുത്തിയതായിട്ട് പറയുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു തുരങ്കത്തിന് പുറത്തേക്ക് വന്നുകൊണ്ടാണ് ഈ ഭീകരന്മാരെ ഞങ്ങൾ കീഴടങ്ങി ലേലുവല്ലു എന്ന് പറയുന്നത്. അപ്പൊ സൈന്യവുമായിട്ട് മുമ്പ് നടന്നിട്ടുള്ള ഒരു വെടിവയ്പിൽ മറ്റൊരു ഭീകരൻ കൊല്ലപ്പെട്ടതിനെ തുടർന്ന് ഇവരൊക്കെ ഓടിപ്പോകാനായിട്ട് ശ്രമിച്ചിരുന്നുവെന്ന് സൈനികരോട് ഇവർ വെളിപ്പെടുത്തുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഹമാസിന്റെ ഈ പറയുന്ന ഭീകരർ തുരങ്കത്തിനടുത്തുള്ള ഒരു ആയുധ ഡിപ്പോയിലേക്ക് അവരുടെ ആളുകളെ നയിക്കുകയാണ്. ഭീകരരെ കൊണ്ട് നയിച്ചു. അവിടെ നിന്ന് അവരൊക്കെ കൂടെ വരുന്നു. പിന്നീട് അവിടെ നിന്ന് സൈന്യം നിരവധി ആയുധങ്ങളും ഉപകരണങ്ങളൊക്കെ ഇവരെ പരാജയപ്പെടുത്തിയതിനു ശേഷം കണ്ടെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ തുരങ്കത്തിനുള്ളിൽ നിന്ന് ഭക്ഷണവും വെള്ളവും മറ്റു സാധനങ്ങളും ഒക്കെ സൈന്യം കണ്ടെത്തി എന്ന് പറയുന്നുണ്ട്. ഇത് ദീർഘകാല ഭൂഗർഭ താമസത്തിന് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലാണ്. ഹമാസുകൾ അങ്ങനെയാണല്ലോ, അവിടുത്തെ ഗാസയിലുള്ള ആളുകൾക്ക് നേരെയല്ല ഇവരുടെ ആക്രമണം എന്നുള്ളത് ഇപ്പോഴും നമ്മുടെ ഇവിടുത്തെ സുഡുക്കൾ മനസ്സിലാക്കിയിട്ടില്ല. അവരിപ്പോഴും മനസ്സിലാക്കാത്തതാണോ കണ്ണടച്ചു പിടിക്കുന്നതാണോ എന്ന് സംശയമാണ്. എന്തായാലും അവരുടെ പലപ്പോഴും പറയുന്നുണ്ട്, ഞങ്ങൾ സാധാരണക്കാർക്ക് നേരെയല്ല, പക്ഷെ സാധാരണക്കാർ കൊല്ലപ്പെടുന്ന അവസ്ഥ അവിടെ ഉണ്ട് എന്നുള്ളത് വാസ്തവമാണ്. പക്ഷെ അത് ഒരു മറുപക്ഷം കൂടെ ഉണ്ട്. ഇപ്പൊ UN ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതിൽ കഴിഞ്ഞ മാസം തന്നെ 1000-ഓളം പേരെയാണ് ഇസ്രായേൽ ഹങ്കർ സ്റ്റാർവേഷൻ മേടിക്കുന്നതെന്ന് പറയുന്നത്. അതായത് പട്ടിണിയിൽ അവരെ ആക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി അങ്ങനെ അവിടെ കൊല്ലപ്പെടുന്നുണ്ട്. ഈ വെടിവെക്കുന്നത് അല്ലെങ്കിൽ ഈ ഷൂട്ടിങ്ങിൽ കൊല്ലപ്പെടുന്നവരുണ്ട്. 32-30 പേര് വെച്ച് ദിവസം കൊല്ലപ്പെടുന്നുണ്ട്. പക്ഷെ അങ്ങനെയല്ല, അല്ലാതെ ഈ പറയുന്ന സ്റ്റാർവേഷൻ, പട്ടിണിയിലായി പട്ടിണിയിലാക്കി കൊല്ലും. അതായത് അവിടത്തേക്ക് അവശ്യ സാധനങ്ങളുമായിട്ട് വരുന്ന ടാങ്കുകളുണ്ട്. ഈ ടാങ്കുകളൊക്കെയും പൊതുവിൽ പറയുന്നത് ഇസ്രായേൽ തട്ടിക്കൊണ്ടുപോയി എന്നാണ്. പക്ഷെ മറ്റു 2 വിദേശ സൈറ്റുകൾ ഞാൻ നോക്കുമ്പോൾ അതിൽ കൊണ്ടുപോകുന്നത് ഈ പറയുന്ന ഹമാസുകൾ തന്നെയാണ്. ഈ ഹമാസുകളുടെ കൂടി ആളുകൾ ഉൾപ്പെട്ട
വിഭാഗങ്ങളാണ് ഈ ട്രക്കുകൾ കൊണ്ടുപോകുന്നത്. ഇത് ട്രക്ക് കൊണ്ടുപോവുകയാണ്. ഇവരിത് കൊണ്ടുപോയിട്ട് കരിഞ്ചന്തയിൽ വിൽക്കുന്നു എന്ന് വരെ പറയുന്നുണ്ട്. ഇസ്രായേൽ ഉണ്ടാകുമായിരിക്കാം, ഇല്ല എന്ന് നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷേ ഹമാസുകൾ കൂടി അവിടെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ നമ്മുടെ ഇവിടെയുള്ള മാധ്യമങ്ങൾ പക്ഷെ പലപ്പോഴും പറയുന്നത് ഇസ്രായേൽ കൊണ്ടുപോയി അവരെ പട്ടിണിക്കിട്ട് കൊല്ലുന്നു എന്നുള്ളതാണ് പറയുന്നത്. തിരിച്ച് ഹമാസുകളും ഇതേ പ്രവൃത്തി അവിടെ ചെയ്യുന്നുണ്ട്. ഇല്ല, ഞാൻ പറയുന്നത് എന്തെന്ന് പറഞ്ഞാൽ ഇപ്പോൾ യുദ്ധമുഖമാകുമ്പോൾ ഇപ്പോൾ ഇന്ത്യ സിന്ധു നദീക്കരാർ റദ്ദാക്കി. ഇത് പാകിസ്ഥാനിലെ കർഷകരെ പട്ടിണിയിലാക്കും. ഇതിപ്പോൾ അതിൻ്റെ ഒരു അനന്തരഫലം കണ്ടു തുടങ്ങിയില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ പാകിസ്ഥാനിലെ ആളുകൾ പട്ടിണി കിടന്ന് മരിക്കാൻ തുടങ്ങും. അപ്പോൾ ലോകം ഇന്ത്യയെ കുറ്റപ്പെടുത്താൻ തുടങ്ങും. പാകിസ്ഥാൻ അന്നൊരു മറ്റൊരു സോഴ്സ് ഓഫ് വാട്ടർ അവിടെ കൊണ്ടുവന്നില്ലെങ്കിൽ അവിടുത്തെ കർഷകരെ ബാധിക്കും, കർഷക ആത്മഹത്യകൾ കൂടും. അപ്പോൾ ഇന്ത്യയെ കുറ്റം പറയാൻ തുടങ്ങും. അപ്പോൾ ഇന്ത്യ നമ്മൾ എന്തുകൊണ്ടാണ് ചെയ്തതെന്നുള്ള സാഹചര്യം ലോകം മറക്കും. അതാരും പറയില്ല. പെഹൽഗാമിലെ കാര്യങ്ങളും നിരന്തരമായി, പെഹൽഗാം ഒറ്റ കാരണം കൊണ്ടല്ലല്ലോ ഇത് ചെയ്യുന്നത്, നിരന്തരമായിട്ടുള്ള ആക്രമണങ്ങളാണ്. ഇതെല്ലാം ലോകം മറക്കും. ഇന്ത്യ അപ്പോൾ വില്ലൻ സ്ഥാനത്ത് വരും. അപ്പോൾ ഇതുപോലെ അതാണ് പറയുന്നത്, യുദ്ധത്തിൽ ഇത്തരം കാര്യങ്ങൾ ഉണ്ടാവും. അത് അവിടുത്തെ സിവിലിയൻസ് കൊല്ലപ്പെടാൻ വേണ്ടി ആയിരിക്കില്ല ഇസ്രയേൽ ഇത് ചെയ്യുന്നത്, ഹമാസിനെ ഒതുക്കാൻ തന്നെ ആയിരിക്കാം. അല്ലെങ്കിൽ ഈ പറയുന്ന ഫുഡ് അവിടെ എത്തിക്കാതിരിക്കാൻ ആയിരിക്കാം. ഈ പറയുന്നില്ലേ, ഫുഡ് കരിഞ്ചന്തയിൽ വിറ്റ് അതുവഴി ലാഭം ഉണ്ടാക്കുന്നു. മാത്രമല്ല അവിടെ വേറൊരു കാര്യം എന്ന് പറയുന്നത് ഇവർക്ക് ഫണ്ട് വരുന്നുണ്ട് ഈ ഹമാസുകൾക്കൊക്കെ. അപ്പോൾ അവർ ഇത്തരത്തിൽ പറയുന്നത് ഇവിടെയുള്ള ആളുകൾ പട്ടിണിയിലാണ് എന്നാണ് പറയുന്നത്. പട്ടിണിയിലാക്കുകയാണ് സത്യത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പട്ടിണിയിലാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ ഇടയ്ക്കുള്ള വാർത്ത നോക്കുമ്പോൾ ഇസ്രായേൽ പറയുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടെങ്കിൽ സമ്മതിക്കുന്നു, ചില സമയങ്ങളിൽ അത് വന്നിട്ടുണ്ട്. പക്ഷെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ഹമാസിന്റെ ഭാഗത്തുനിന്നുകൂടി ഇത്രയുണ്ട്. അപ്പൊ ഹമാസ് ഇത് വെച്ചിട്ട് വിലപേശി, ജനങ്ങളുടെ ജീവൻ വെച്ച് വിലപേശി അവർ നടത്തുന്ന യുദ്ധം മാത്രമല്ല, പട്ടിണിക്കിടുന്നൊരു സംഭവം കൂടി ഉണ്ടാകുന്നുണ്ട്. ഇതിന് ശേഷം പിന്നെ വീണ്ടും US മറ്റോ പറയുന്നുണ്ട്, ഞങ്ങളുടെ ട്രക്കുകൾ വരുന്നുണ്ട്, അവിടെ ഭക്ഷ്യക്ഷാമം ഇല്ലാണ്ടിരിക്കാനായിട്ട് ഞങ്ങളുടെ ട്രക്കുകൾ കൂടി വരുന്നുണ്ട് എന്നുള്ളതുണ്ട്. ഈ പോകുന്ന ട്രക്കുകളുടെ എല്ലാം മുകളിൽ ഹമാസുകൾ ഇരിക്കുന്ന ചിത്രങ്ങളുണ്ട്, ഹമാസുകൾ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഈ ഹമാസുകൾ ഈ സാധനം എങ്ങോട്ടാ കൊണ്ടുപോകുന്നത്, അതും ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ എല്ലാത്തിനും ഈ ഒരു യുദ്ധം വരുമ്പോൾ എല്ലാ ഭാഗങ്ങളും ഉണ്ട് എന്നുള്ളതാണ്. നമുക്ക് ആരുടെയും പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല എന്നുള്ളൊരു കാര്യം കൂടിയുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ഉണ്ടാകുന്നതിനിടയിലാണ് ഇവർ നീണ്ടുപോവുകയാണ് യുദ്ധം. ഈ പറയുന്ന അമേരിക്ക ഇടപെട്ടാലോ അമേരിക്ക ഇനി നിർത്താൻ പറഞ്ഞാലും ഇസ്രായേൽ അത് നിർത്തില്ല. ഇസ്രായേലിനെ സംബന്ധിച്ച് ഇത് ഒന്നില്ലെങ്കിൽ നീ അല്ലെങ്കിൽ ഞാൻ എന്ന് പറയുന്ന അവസ്ഥയിലുള്ള യുദ്ധം തന്നെയാണ് ഇസ്രായേൽ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് അവിടുത്തെ ജനങ്ങൾക്കും അറിയാം. ഈ യുദ്ധത്തിനെതിരെ അവിടെ പാർലമെന്റിൽ ഈ നെതന്യാഹുവിനെതിരെയുള്ള അഴിമതി ആരോപണം കാര്യങ്ങളിലും നടപടി വേണമെന്നുള്ള ആവശ്യം അവിടെ ഉയരുമ്പോൾ തന്നെ ഈ ഒരു യുദ്ധത്തിനെതിരെ, ഹമാസുകൾക്ക്, ഹൂതികൾക്ക്, ഇറാനെതിരെ ഒക്കെയുള്ള ഈ ഒരു യുദ്ധത്തിനെതിരെ അവരെല്ലാവരും ഒറ്റക്കെട്ടാം. അവിടെ ഇതിനെതിരെ ഒരു എതിർ ശബ്ദം ഉയരുന്നില്ല. ഇസ്രായേലിന് ഇതുമായി ബന്ധപ്പെട്ട ഒരു എതിർ ശബ്ദം ഉയരുന്നില്ല. നേരെ തിരിച്ച് നെതന്യാഹുവിൻ്റെ കാര്യങ്ങൾക്ക് എതിരെ വരുന്നുണ്ട്. കാരണം നെതന്യാഹുവിനെതിരെയുള്ള കേസുകൾ വീണ്ടും ബെയിലിനൊക്കെ പോയി അത് വീണ്ടും നീട്ടി കിട്ടുന്നു എന്നൊക്കെയുള്ള ആക്ഷേപങ്ങളുണ്ട്. കൂടുതൽ ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നത് വിദേശ മാധ്യമങ്ങളാണ്. അവർക്ക് പല നിക്ഷിപ്ത താല്പര്യങ്ങളും അതുമായി ബന്ധപ്പെട്ടുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഇപ്പോൾ ഈ 3 പ്രവർത്തകരെയും ചോദ്യം ചെയ്യലിനായിട്ട് കൊണ്ടുപോയിട്ടുണ്ട്. ആയുധങ്ങളൊക്കെ പിടിച്ചെടുത്തിട്ടുണ്ട്. പൊളിക്കുന്നതിന് മുന്നോടിയായിട്ട് കോമ്പാക്ട് എഞ്ചിനീയർമാർ തുരങ്കത്തിൻ്റെ, അതായത് ഈ ഒരു തുരങ്കം പൊളിക്കുന്നതിന് തുരങ്കത്തിൻ്റെ മാപ്പൊക്കെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ കൊല്ലപ്പെട്ട ആളെ എന്ന് പറയുന്നത് നിസ്സാരക്കാരനല്ല. അത് ഈ പറയുന്ന എന്താണ് അൽ സാറ എന്ന് പറയുന്ന ഭീകരനും നിസ്സാരക്കാരനല്ല. അവരുടെ ഒരു വിഭാഗത്തിൻ്റെ തന്നെ ഷെയ്ഖ് റദ്വാൻ ബറ്റാലിയൻ്റെ തന്നെ ഡെപ്യൂട്ടി കമാൻഡറാണ്. അപ്പോൾ അത് നിസ്സാരക്കാരനല്ല. ഉദിച്ചു വരുന്ന സൂര്യന്മാരെയൊക്കെ ഇസ്രായേൽ തട്ടിക്കളയുകയാണ്. ഇനി അവിടെ അതായത് നേതാവായിട്ട് ഉയർന്നു വരാൻ, നേതാവായിട്ട് നിൽക്കാനും അവിടെ ആളില്ല. ഹമാസുകളെ ഏതാണ്ട് ഭൂരിഭാഗം ഞങ്ങൾ നിശേഷമാക്കി, അവശേഷിപ്പിക്കാത്ത രീതിയിലാക്കും, അവരെ ഭൂരിഭാഗവും ഇല്ലാതെ ആയി കഴിഞ്ഞു എന്നുള്ളൊരു സ്റ്റേറ്റ്മെന്റ് വന്നിട്ടുണ്ടായിരുന്നു. അത് ഹമാസും സമ്മതിക്കുന്ന ഒരവസ്ഥ ഉണ്ട്. ഹമാസും ഈ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ഞങ്ങൾ ഭൂരിഭാഗവും നശിപ്പിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വന്നിരുന്നു. അപ്പോൾ ഈ യുദ്ധം ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും. അവിടെ ഇനി ആര് എവിടെ എന്ത് ചെന്ന് പറഞ്ഞാലും ഇസ്രായേൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. ഇസ്രായേലിന് ഇത് നാമാവശേഷമാക്കുന്നത് വരെ അവർ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. പക്ഷേ ഭീകരതയെ പൂർണ്ണമായിട്ടും
ഇല്ലാതെയാക്കാൻ കഴിയുമോ എന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായിട്ട് അവിടെ അവശേഷിക്കുകയും ചെയ്യും.